ചമ്പാരൻ ബീഹാറിന് വടക്ക് നേപ്പാളിനോട് അതിരിടുന്ന ഒരു ഹിമാലയൻ താഴ്വരയിലുള്ള ഫലഭൂയിഷ്ഠമായ ഒരു ഗ്രാമം. ഭാരതത്തിൻ്റെ ഇതിഹാസ കൃതികളായ രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെ പരാമർശിക്കപ്പെടുന്ന ഒരു സമതല പ്രദേശം. 1764 ബക്സാർ യുദ്ധത്തെ തുടർന്ന് ഒപ്പുവെച്ച അലഹബാദ് ഉടമ്പടി അനുസരിച്ച് ഈ ഫലഭൂയിഷ്ഠമായ ചമ്പാരൻ അടക്കമുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായി. ബ്രിട്ടീഷ് അധീനതയായ ഈ ഫലഭൂയിഷ്ഠമായ കാർഷിക വിളകളാൽ സമ്പന്നമായിരുന്ന പ്രദേശത്ത് അവർ കർഷകരെ നീലം കൃഷിക്കായി നിർബന്ധിച്ചു. മാത്രമല്ല, തീൻ കടിയ എന്ന പേരിൽ ഒരു സമ്പ്രദായവും നടപ്പിലാക്കി. തീൻ കടിയ എന്ന് പറഞ്ഞാൽ കൃഷിഭൂമിയുടെ 3/4 ഭാഗം പാട്ടക്കൂലിയായി ബ്രിട്ടീഷുകാർക്ക് നൽകണം. ബാക്കി സ്ഥലത്ത് കൃഷി ചെയ്യുന്ന നീലം ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവർക്ക് നൽകുകയും വേണം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ജർമ്മനി ഉൽപ്പാദിപ്പിച്ച കൃത്രിമ നീലം വിപണിയിലെത്തിയതോടെ സ്വാഭാവിക നീലത്തിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് ലാഭം കുറഞ്ഞു. അതിന് പകരമായി അവർ കർഷകർക്ക് മേൽ ക്രൂരമായ നികുതി നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിച്ചു. അത് എതിർക്കുന്നവരെ, പരാതി പറയുന്നവരെ നിയമപരമായി ശിക്ഷിക്കുക കൂടി ചെയ്തു. 1916 ഡിസംബർ മാസത്തിൻ്റെ അവസാന നാളുകളിലൊന്നിൽ ലക്നൌവിലെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളന വേദിക്കരികിൽ വിശ്രമിക്കുകയായിരുന്ന ഗാന്ധിയുടെ സമീപത്തേക്ക് കടന്നു ചെന്ന രാജ്കുമാർ ശുക്ല എന്ന ബീഹാറി യുവാവാണ് ചമ്പാരൻ എന്ന ഗ്രാമത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് ഗാന്ധിജിക്ക് മനസ്സിലാക്കി കൊടുത്തത്. അന്ന് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ വ്യാപിച്ചിരുന്നില്ല. എങ്കിലും ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്ന രാജ്കുമാർ ശുക്ല ഗാന്ധിജിക്ക് മാത്രമേ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ഗാന്ധിജി പല ഒഴിവൊഴിവുകൾ പറഞ്ഞുവെങ്കിലും നിർബന്ധം സഹിക്കവയ്യാതെ ഒടുവിൽ ചമ്പാരനിലേക്ക് എത്താമെന്ന് സമ്മതിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം കൽക്കട്ടയിൽ നടക്കുന്ന AICC സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി എത്തുമെന്ന് മനസ്സിലാക്കിയ രാജ്കുമാർ ശുക്ല കൽക്കട്ടയിലെത്തി. ഗാന്ധിജിയെ കണ്ട് ഗാന്ധിജിക്കൊപ്പം ചമ്പാരനിലേക്ക് മടങ്ങി. കൽക്കട്ടയിൽ നിന്ന് പാറ്റ്ന വഴി മുസാഫർപൂരിലെത്തിയ ഗാന്ധിജിയെ JB കൃപലാനിയുടെ ആദ്യം സ്വീകരിച്ച് മുസാഫർപൂരിൽ കഴിഞ്ഞു. അവിടെ വെച്ചാണ് ഗാന്ധിജി ആദ്യമായി ചമ്പാരനിലെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നത്. കർഷകരെ മാത്രമല്ല, ഭൂ ഉടമകളുടെ പ്രതിനിധികളെയും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികളെയും അദ്ദേഹം അവരുടെ വാദമുഖങ്ങൾ ഉന്നയിക്കാനും ശ്രമിച്ചു. ഏപ്രിൽ മാസം 15-ാം തീയതി മുസാഫർപൂരിൽ നിന്ന് ചമ്പാരൻ ജില്ലയുടെ ആസ്ഥാനമായ മോത്തിഹാറിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. 3 മണിക്കൂറോളം നീണ്ടുനിന്ന തീവണ്ടി യാത്ര. ആ തീവണ്ടി കടന്നുപോയ സ്റ്റേഷനിലൊക്കെ അദ്ദേഹത്തെ കാത്തു നിന്നത് ചമ്പാരൻ ഗ്രാമത്തിലെ ആ മേഖലയിലെ കർഷകരുടെ ദൈന്യതയേറിയ മുഖങ്ങളായിരുന്നു. അവരുമായി ഗാന്ധിജി സംസാരിച്ചു. അവരുടെ പരാതികൾ എഴുതി വാങ്ങി. യാത്രക്കിടയിൽ ചന്ദ്രാഹിയ എന്ന ഗ്രാമത്തിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ കടന്നു വന്ന് ഗാന്ധിജിക്ക് നിരോധനാജ്ഞ നൽകി. അദ്ദേഹത്തിന് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം സന്തോഷപൂർവ്വം നിരോധനാജ്ഞ കൈപ്പറ്റി. എന്നാൽ പൊതുജനങ്ങളോടുള്ള ഉത്തരവാദിത്വ നിമിത്തം നിരോധനാജ്ഞ ലംഘിക്കുകയാണെന്നും മടങ്ങിപ്പോകാൻ ഉദ്ദേശമില്ലെന്നും ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഗാന്ധിജി അറിയിച്ചു. പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകാനുള്ള വാറണ്ട് ഗാന്ധിജിക്ക് ലഭിച്ചു. 1917 ഏപ്രിൽ മാസം 17-ാം തീയതി ഗാന്ധിജി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുന്നതും കാത്ത് ആയിരക്കണക്കിന് കർഷകർ ആ പരിസരത്ത് തമ്പടിച്ചിരുന്നു. അവരിൽ പലരും കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. തങ്ങളെ പരിചയമില്ലാത്തൊരു മനുഷ്യൻ തങ്ങൾക്ക് വേണ്ടി വാദിച്ച് ബ്രിട്ടീഷുകാരെ ശത്രു സമ്പാദിച്ച് ജയിലിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. കോടതിയിലെത്തിയ ഗാന്ധിജിയോട് ചമ്പാരനിൽ നിന്ന് മടങ്ങിപ്പോവുകയാണെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഗാന്ധിജി നിഷേധിച്ചു.
100 രൂപ പിഴയടച്ചാൽ കേസിൻ്റെ നടപടിയിൽ നിന്ന് ഒഴിവാക്കാമെന്ന് മജിസ്ട്രേറ്റ് അഭ്യർത്ഥിച്ചു. ഗാന്ധി അതും നിഷേധിച്ചു. കേസിൻ്റെ വിചാരണയ്ക്കിടയിൽ വീണുകിട്ടിയ ഇടവേളകളിൽ ഗാന്ധി സുദീർഘമായി കർഷകരുമായി സംവദിച്ചു. അവരിൽ നിന്നുള്ള അപേക്ഷകൾ എഴുതി വാങ്ങി. അവരിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും വളർത്തിയെടുത്തു. കോടതി നടപടികൾക്കിടയിൽ സൗരാഷ്ട്രക്കാരനായ മോഹൻദാസിന് ചമ്പാരനിൽ എന്ത് കാര്യം എന്ന ഒരു സംശയം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടിയായി ഗാന്ധി പറഞ്ഞു, ഭാരതീയൻ എന്ന നിലയിൽ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുവാനും എൻ്റെ സഹോദരന്മാരുടെ പ്രശ്നങ്ങൾ ഇടപെടുവാനും അതിന് പരിഹാരമുണ്ടാക്കാൻ എന്നാൽ കഴിയുന്ന ചെയ്യുവാനും എനിക്ക് അവകാശമുണ്ട് എന്ന്. കോടതി മുറികളെ ത്രസിപ്പിച്ച ആവേശകരമായ വാക്കുകളായിരുന്നു ഗാന്ധിയുടേത്. വിചാരണയ്ക്കൊടുവിൽ ഗാന്ധിയെ നിരുപാധികം വിട്ടയക്കുവാനുള്ള തീരുമാനം ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു. അതുമാത്രമല്ല, ഗാന്ധി ഉൾപ്പെടെയുള്ള 6 അംഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു കാർഷിക ബന്ധ സമിതി രൂപീകരിക്കുവാനുള്ള തീരുമാനവും ലഫ്റ്റനൻറ്റ് ഗവർണർ അറിയിച്ചു. അതുകൊണ്ട് ഗാന്ധി അവസാനിപ്പിച്ചില്ല. ഗാന്ധിയും കസ്തൂർബ ഗാന്ധിയും വിശ്വസ്തരായ അനുചരന്മാരും ചമ്പാരനിൽ ആഴ്ചകളോളം തുടർന്നു. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒതുക്കിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, ആതുരാലയങ്ങൾ, പൊതു ശൗചാലയങ്ങളൊക്കെ സ്ഥാപിച്ച് ചമ്പാരനിലെ ആ ദുരിത ജീവിതത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുവാൻ ആവശ്യമായ തുടർ നടപടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. 1917 ഒക്ടോബർ മാസം 6-ാം തീയതി പുറപ്പെടുവിച്ച ലഫ്റ്റനൻറ്റ് ഗവർണറുടെ ഉത്തരവ് പ്രകാരം ഏകദേശം 1 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന തീൻ കടിയ എന്ന ക്രൂരമായ കർഷക ദ്രോഹ നിയമം അവസാനിച്ചു. കർഷകരുടെ കൃഷിഭൂമി അവർക്ക് തിരികെ ലഭിച്ചു. അവരുടെ പേരെടുത്ത കള്ളക്കേസുകൾ പിൻവലിച്ചു. അവർക്ക് പരിമിതമായ തോതിലെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചു. ഒരു പ്രദേശത്തെ ആകെ ഗ്രസിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ സാമ്രാജ്യത്വ ചൂഷണത്തിൽ നിന്നും ആ പ്രദേശത്തെ മോചിപ്പിക്കുവാൻ ഗാന്ധിയുടെ സത്യാഗ്രഹമെന്ന സമരായുധത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് ചമ്പാരൻ നൽകുന്ന ചരിത്രപാഠം. പക്ഷേ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഇപ്പോഴും ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി എത്രമാത്രം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പുനർവിചിന്തനത്തിനു കൂടി നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ജയ് ഹിന്ദ്.